നമസ്കാരം. ശ്രീരാമ പ്രതിഷ്ഠ ചടങ്ങിന് തയ്യാറായിരിക്കുകയാണ് അയോധ്യ ക്ഷേത്രം. എന്തായാലും ഈ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പൂർണ്ണതയ്ക്കായി അധ്വാനിച്ച മനുഷ്യരെ കുറിച്ചുള്ള ചില വാർത്തകളും ദേശീയ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇടം പിടിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പശ്ചിമ ബംഗാളിലെ 2 ഇസ്ലാം മത വിശ്വാസികളെ കുറിച്ചുള്ള വാർത്തയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, അവിടെയുള്ള ശ്രീരാമ വിഗ്രഹം, ചൈതന്യം തുളുമ്പുന്ന ഈ ശ്രീരാമ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ഇസ്ലാം മത വിശ്വാസികളാണ്. പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിൽ നിന്നുള്ള 2 മുസ്ലിം ശില്പികളായ മുഹമ്മദ് ജമാലുദ്ദീനും മകൻ ബിട്ടുവുമാണ് ഈ ശ്രീരാമ വിഗ്രഹത്തിന് പിന്നിലുള്ളത്. ജീവൻ തുടിക്കുന്ന ശ്രീരാമ പ്രതിമ ഏറെ സൂക്ഷ്മതയോടെ കൂടുതൽ സമയമെടുത്ത് തന്നെയാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. 35ഓളം ആളുകളാണ് ഇവർക്കൊപ്പം ഈ പ്രതിമ നിർമ്മാണത്തിൽ അണിചേർന്നത്. ഹിന്ദു ദേവതയുടെ പ്രതിമ നിർമ്മിച്ചതിനെ കുറിച്ച് തങ്ങളോട് ധാരാളം ആളുകൾ ചോദിക്കുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഈ രാജ്യത്തെ വിവിധ മതങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. വർഗീയതയുടെ കാലത്ത് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുകൂടി ഈ ശില്പി പ്രതികരിച്ചിട്ടുണ്ട്. ശ്രീരാമന്റെ പ്രതിമ നിർമ്മിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഈ സാഹോദര്യ സംസ്കാരമാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ സന്ദേശം എന്നുകൂടി ജമാലുദ്ദീൻ പറയുന്നുണ്ട്. എന്തായാലും രാമന്റെ മാത്രമല്ല, പശ്ചിമ ബംഗാളിന്റെ സ്വന്തം മാ ദുർഗയുടെയും ജഗദാത്രിയുടെയും ഒക്കെ കൂറ്റൻ ശില്പങ്ങൾ നിർമ്മിച്ചുകൊണ്ട് മുൻപും ഏറെ പ്രശസ്തനായ വ്യക്തി തന്നെയാണ് ജമാലുദ്ദീൻ. അത്തരത്തിലുള്ള ശില്പങ്ങൾക്കൊക്കെ വലിയ തോതിലുള്ള ജനപ്രീതി ലഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വർഷങ്ങളായി ഹൈന്ദവ ദേവതകളുടെ ഫൈബർ ശില്പങ്ങൾ നിർമ്മിക്കുന്നുണ്ട് എന്നും അവ പ്രതിനിധീകരിക്കുന്ന സാംസ്കാരിക സൗഹൃദത്തെ വളരെയധികം വിലമതിക്കുന്നുണ്ട് എന്നുകൂടി ജമാലുദ്ദീൻ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ജമാലുദ്ദീനും അദ്ദേഹത്തിന്റെ മകനും അഭിനന്ദന പ്രവാഹമാണ് സോഷ്യൽ മീഡിയയിൽ. ശ്രീരാമക്ഷേത്രത്തിൽ ഏറെ ചൈതന്യത്തോടെ നിറഞ്ഞു നിൽക്കുന്ന ആ ശ്രീരാമ വിഗ്രഹം അത് നിർമ്മിച്ചിരിക്കുന്നത് 2 ഇസ്ലാം മതവിശ്വാസികളാണ് എന്ന ഒരു വിവരം ഇന്ത്യയുടെ ഒരു മതമൈത്രിയെ കൂടി എടുത്തു കാണിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.